ഇതൊക്കെ ആക്ച്വലി നമ്മുടെ ഷോപ്പ് കളക്ഷനിലേക്ക് വന്ന പ്രൊഡക്റ്റുകളായിരുന്നു കേട്ടോ. ഓൺലൈൻ ചെയ്യാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി ഇല്ല, അല്ലെങ്കിൽ സൈസ് ഇഷ്യൂസ് ഒക്കെ വരുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ ഷോപ്പ് കളക്ഷനിലുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സൈസ് കട്ടായി കുറച്ചായിട്ട് ഇപ്പോൾ ചിലപ്പോൾ പോകാതിരിക്കുന്നതുകൊണ്ടൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ ആൻഡ് സെയിൽ ആയതുകൊണ്ട് അപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട്. അതായത് അതിൻ്റെ ഇത്രയും കളേഴ്സിലേക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പല പല സൈസസ് ആയതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിലുണ്ട്. ഇത് ചിലപ്പോൾ മടങ്ങിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ അവിടെ നമുക്ക് ഇത് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം നിങ്ങൾ കസ്റ്റമേഴ്സ് ഷോപ്പിൽ വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾ മാക്സിമം ഡ്രസ്സുകളൊക്കെ നിങ്ങളൊന്ന് ഇട്ട് നോക്കുക. അതിനൊന്നും നമുക്കൊരു പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഞാൻ തന്നെയാണ് പർച്ചേസ് ചെയ്യുമ്പോഴുണ്ടല്ലോ എനിക്ക് ചിലപ്പം ഈ പ്രൊഡക്റ്റ് ഒന്ന് നിവർത്തി കണ്ടാലൊന്നും ചിലപ്പോൾ എനിക്ക് അത്രയൊന്നും ഇഷ്ടപ്പെടത്തില്ല. ചിലപ്പോൾ വെറുതെ ഒന്ന് ഇരിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ ഞാൻ അതൊന്ന് എടുത്ത് ഇട്ട് നോക്കി കഴിയുമ്പം ഞാൻ പർച്ചേസ് ചെയ്യുമ്പം എനിക്ക് അതിനോട് തോന്നിയ ഇഷ്ടത്തെക്കാട്ടിലും ഞാൻ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യം. ചില കസ്റ്റമേഴ്സ് ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിലും വേണ്ട ഇടണ്ട, വെറുതെ മീൻസ് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാറുണ്ട്. ചിലപ്പോൾ അതിനെക്കാട്ടിലും നല്ല പ്രൊഡക്റ്റുകളായിരിക്കും നമുക്ക് ഷോപ്പിലുള്ളത്. എല്ലാം ഇട്ട് നോക്കി നമ്മൾ ഷോപ്പിൽ തന്നെ നമ്മൾ ഓപ്ഷൻസ് തരുന്നുണ്ട്. സ്പോട്ട് ഓൾട്രേഷൻ ഉണ്ട്, ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കി അതാണോ നമുക്ക് ചേരുന്നതോ അതിനെക്കാട്ടിലും നമുക്ക് ചേരുന്ന വേറെ പ്രൊഡക്റ്റ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇതെല്ലാം നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുക. അപ്പം അങ്ങനെ വന്ന കുറേ പ്രൊഡക്റ്റുകൾ. അപ്പോൾ അതിനകത്ത് ഈ എല്ലാ കളേഴ്സിലും തന്നെ 1-2 പീസുകൾ വെച്ചിട്ട് ഉണ്ട്. അപ്പോൾ എനിക്കത് ഇട്ട് നോക്കിയപ്പോൾ എനിക്കൊന്ന് തോന്നി ഓൺലൈനിലെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം കൂടി എനിക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 690 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ റേറ്റിലേക്ക് നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നേക്കുന്നത്. ക്രേപ്പ് ലൈനിങ് ഇതിനോട് അറ്റാച്ച് ചെയ്തേക്കുന്ന ജോർജറ്റ് ഫാബ്രിക് വരുന്നത് ഒരു കുറച്ചുകൂടി ഒരു എംബ്രോയിഡറി വർക്ക് വരുന്ന രീതിയിലേക്കുള്ള ഒരു പാച്ചാണ്. ഇതിനൊരു പീറ്റർ പാൻ കോളർ പോലെ രീതിയിലേക്കും കൊടുത്തിട്ടുണ്ട്. നടുവിലേക്കായിട്ട് യോക്കിൻ്റെ ഒരു മിഡിൽ പോർഷനിലേക്ക് വേസ്റ്റിലേക്കായിട്ടും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആട്ടോ. അപ്പോൾ ബാക്കിലേക്കായിട്ടൊരു ഡോറീസും കൂടെ വരുന്നുണ്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ലീവ് ഒരു പഫ് സ്ലീവ് കൊടുത്തിട്ട് ഇവിടേക്കായിട്ട് ഒരു കുഞ്ഞു ഡോറീസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീൻ കളർ ആട്ടോ. ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലേക്കാണ് ഇങ്ങനെ വരുന്നത്. സ്ലീവിലേക്ക് ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെ. ബാക്കിലേക്കും കൂടെ ഗ്യാദേഴ്സ് ഉണ്ട്. പക്ഷെ ഒട്ടും നമുക്ക് അധികം വണ്ണമൊന്നും തോന്നത്തില്ല. ഇവിടെ കൊണ്ട് ഒന്നാമത് ജോർജറ്റ് ഫാബ്രിക്കാണ്, നല്ലൊരു ഒതുക്കം തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പേസ്റ്റലായിട്ടുള്ളൊരു മൗ പീച്ച് ഷെയ്ഡിലേക്കാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എക്സൽ സൈസാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് എക്സൽ സൈസാണ്. നമ്മുടെ ഓൺലൈൻ മെഷർമെൻറ്റിൻ്റെ സെയിം ആയിരിക്കത്തില്ല കേട്ടോ. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സൈസ് വലുതെടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇങ്ങനെയാണ് വരുന്നത് പേസ്റ്റിൽ ഒരു പീച്ച് കളറിലേക്ക്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലേക്കാണ്. അപ്പം ഇതിനകത്ത് ലാർജ് ഞാൻ ഇട്ട് നോക്കി, എനിക്കത് ഓക്കെയാണ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്കിൻ്റെ ഒരു എക്സൽ സൈസാണ് ഞാൻ ഇട്ടേന്നേ ഉള്ളൂ. ലാർജും എനിക്ക് ഫിറ്റിംഗ് ഓക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഇങ്ങനെയാണ് റെഡിഷ് മെറൂൺ വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഷ്രിങ്ക് ആവുന്നൊന്നും പേടിക്കാൻ വേണ്ട. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു റാണി പിങ്ക് കളറിലേക്ക്. നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ വന്നേക്കുന്ന ഒരു റാണി പിങ്ക് ആണ്. കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട്. ബാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മൾ ഓൺലൈൻ ചെയ്യുന്ന പോലെ 100, 200, 500 പീസൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഓരോ സെറ്റിനകത്ത് 2-3 പീസസേ ഉള്ളൂ. എനിക്കത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ കരുതിയത് ഷോപ്പിൻ്റെ ഓൺലൈൻ്റെ ഒരു സെയിലിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ എല്ലാ സൈസും ഉണ്ടെന്ന് അറിയില്ല, ഉള്ളതിൽ ഞാൻ ഇട്ടിട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം. ബാക്കിയുള്ളത് നമ്മൾ ജസ്റ്റ് കുട്ടിയുടെ ഫോട്ടോ മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.